ഇക്കഴിഞ്ഞ ജൂൺ 7-ാം തീയതിയാണ് പാലക്കാട് ഡിപ്പോയിൽ നിന്ന് KSRTC ബസ്സുമായി കടന്നത് കള്ളന്മാർ. ഇവർ നഗരസവാരി നടത്തുകയായിരുന്നു. എന്നിട്ട് കാണാതായ ബസ് പിന്നീട് പാലക്കാട് മംഗളം ടവറിന് സമീപത്ത് നിന്ന് കണ്ടെത്തുകയും ചെയ്തു. ഒരാഴ്ചയായിട്ടും പ്രതികളെ പൂട്ടാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനിടെ ബസ് മോഷണത്തിന്റെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ ഇന്ന് പുറത്തുവന്നു. ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഇക്ബാൽ അറക്കൽ വിവരങ്ങൾ നൽകും. ഇക്ബാൽ, ഈ ഒരു ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സംഭവം വലിയ നാണക്കേടായി മാറിയിരുന്നു. ഇതിപ്പോൾ KSRTC ബസ് ജീവനക്കാരുടെ ഒരു വീഴ്ച കൂടിയാണ്. ഇത്തരത്തിലൊരു ബസ്സൊക്കെ അടിച്ചുകൊണ്ട് പോകുക എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ആ കള്ളന്മാരെ കുറിച്ച് ചില സൂചനകൾ, വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പോലീസിന്. അതായത് ഒരു 2 ചെറുപ്പക്കാരാണ്, പാലക്കാട്ടുകാരാണ് എന്നൊക്കെ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവരെ പിടികൂടാൻ കഴിയാത്ത? ഇത്രയധികം ദിവസങ്ങൾ കഴിഞ്ഞില്ലേ? വലിയ വിവാദമായിരുന്നു പാലക്കാട്ടെ KSRTC ബസ് മോഷണം. KSRTCയുടെ പാലക്കാട് ഡിപ്പോയിലെ യാർഡിൽ സൂക്ഷിച്ചിരുന്ന വൃത്തിയാക്കുന്നതിന് വേണ്ടി എത്തിച്ച ഓർഡിനറി ബസ് ഇക്കഴിഞ്ഞ 7-ാം തീയതി പുലർച്ചെ 2:30 മണിയോടുകൂടിയാണ് 2 അജ്ഞാത വ്യക്തികൾ ചേർന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്. പാലക്കാട് നഗരത്തിൽ ഉടനീളം ഈ യുവാക്കൾ ചേർന്ന് ഈ ബസ് ഓടിക്കുകയായിരുന്നു. പിന്നീട് ഈ വിവരം ജീവനക്കാരറിയുകയും പോലീസിനെ അറിയിക്കുകയും വ്യാപകമായിട്ടുള്ള തിരച്ചിലിനൊടുവിലാണ് പിന്നീട് 7-ാം തീയതി പുലർച്ചെ 5 മണിയോടുകൂടി ഈ ബസ് പാലക്കാട് മംഗളം ടവർ പരിസരത്ത് നിന്ന് കണ്ടെത്തുന്നത്. പോലീസ് വിശദമായി തന്നെ ഈ സംഭവത്തിൽ അന്വേഷണം നടത്തുകയും പാലക്കാട് നഗരത്തിൽ തന്നെ താമസിക്കുന്ന 2 യുവാക്കളാണ് ഈ സംഭവത്തിന് പിന്നിലെന്ന് കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഇവർ ഒളിവിലാണ്. ഇവരെ ഉടൻ തന്നെ പിടികൂടാനുള്ള നീക്കത്തിലേക്കും പോലീസ് സംഘം കടന്നിട്ടുണ്ട്. നിരവധി കേസുകളിലെ പ്രതികളാണ് ഈ KSRTC ബസ് മോഷണത്തിന് പിന്നിലുള്ള ഈ 2 യുവാക്കൾ എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. ഏതായാലും ഇതിനിടയിലാണ് ഇപ്പോൾ ഈ യുവാക്കൾ ചേർന്ന് ഈ KSRTC ബസ് മോഷ്ടിച്ച് കൊണ്ടുപോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. KSRTC ഡിപ്പോയിൽ നിന്നും ഈ ബസ് മോഷ്ടിച്ചതിന് ശേഷം പിന്നീട് പാലക്കാട് നഗരത്തിലൂടെ ഓടിക്കുകയും അതിനുശേഷം പിന്നീട് അബൂബക്കർ റോഡിലൂടെ കയറി വണ്ടിക്കാര സ്ട്രീറ്റ് എന്ന് പറയുന്ന മേഖലയിലൂടെയെല്ലാം ഈ KSRTC ബസ് ഈ യുവാക്കൾ ചേർന്ന് ഓടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ സൂചനകളൊക്കെ പോലീസിനെ ലഭിക്കുന്നുണ്ട്. എത്രയും വേഗം ഈ പ്രതികളെ പിടികൂടുമെന്ന് തന്നെ കരുതാം.